കനക് ബുക്സിലെ റിക്കറിംഗ് ഇൻവോയ്സസ് എങ്ങനെ ക്രമീകരിക്കാമെന്നും മാനേജ് ചെയ്യാമെന്നും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആവർത്തിച്ചുവരുന്ന ബില്ലിംഗുകൾ ഓട്ടോമേറ്റ് ചെയ്യാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. ആദ്യമായി സൈഡ് ബാറിലുള്ള ഇൻവോയ്സ് സെക്ഷനിലേക്ക് പോകുക. നിലവിലുള്ള ഒരു ഇൻവോയ്സ് തിരഞ്ഞെടുത്ത് വലതുവശത്തുള്ള മോർ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് മേക്ക് റിക്കറിംഗ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ റിക്കറിംഗ് സെറ്റപ്പ് എന്ന പുതിയൊരു ടാബ് തുറന്നുവരും. ഇവിടെ നിങ്ങളുടെ ടെംപ്ലേറ്റിന് ഒരു പേര് നൽകാവുന്നതാണ്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഷെഡ്യൂൾ ടൈപ്പ് തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന്, എല്ലാ നിശ്ചിത ദിവസങ്ങളിലും മാസാവസാനത്തിലോ അല്ലെങ്കിൽ മാസത്തിലെ ഒരു പ്രത്യേക ദിവസമോ. ആദ്യത്തെ ഓട്ടോമേറ്റഡ് ഇൻവോയ്സ് എന്നാണ് ജനറേറ്റ് ചെയ്യേണ്ടത് എന്നതിനായി ഒരു സ്റ്റാർട്ട് ഡേറ്റ് നൽകുക. ഇത് എപ്പോൾ അവസാനിക്കണം എന്നതിനായി എൻഡ് കണ്ടീഷൻ നിശ്ചയിക്കുക. ഇതിനായി നോ എൻഡ് ഡേറ്റ് എന്നോ അല്ലെങ്കിൽ ഒരു നിശ്ചിത തീയതിയോ സ്പെസിഫിക് ഡേറ്റ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഓപ്ഷൻസ് സെക്ഷനിൽ ഇൻവോയ്സുകൾ ഡ്രാഫ്റ്റായി സേവ് ചെയ്യണോ എന്നും ഓരോ തവണ ഇൻവോയ്സ് ഉണ്ടാകുമ്പോഴും നിങ്ങൾക്ക് അറിയിപ്പ് നോട്ടിഫൈഡ് ഓൺ ക്രിയേറ്റ് വേണോ എന്നും തീരുമാനിക്കാവുന്നതാണ്. താഴെ നൽകിയിരിക്കുന്ന ടെംപ്ലേറ്റ് പ്രീവ്യൂ പരിശോധിച്ചു ടാക്സുകളും മറ്റും ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ക്രിയേറ്റ് ബട്ടൺ അമർത്തുക. ആവർത്തിച്ചുവരുന്ന ഇടപാടുകൾ മാനേജ് ചെയ്യുന്ന രീതി നിങ്ങൾ തയ്യാറാക്കിയ ടെംപ്ലേറ്റുകൾ പരിശോധിക്കാൻ സെറ്റിംഗ്സിൽ പോയി റിക്കറിംഗ് എന്നത് തിരഞ്ഞെടുക്കുക. നിലവിലുള്ള എല്ലാ റിക്കറിംഗ് ഇൻവോയ്സുകളും അവയുടെ ഫ്രീക്വൻസിയും അടുത്തതായി ബിൽ ജനറേറ്റ് ചെയ്യേണ്ട തീയതിയും ഇവിടെ കാണാൻ സാധിക്കും. ലിസ്റ്റിലുള്ള ഏതെങ്കിലും ടെംപ്ലേറ്റിന്റെ വിശദവിവരങ്ങൾ കാണുന്നതിനായി അതിൽ ക്ലിക്ക് ചെയ്യുക. വലതുവശത്തുള്ള പാനലിൽ വിവരങ്ങൾ തെളിയും. ഷെഡ്യൂളിലോ അവസാന തീയതിയിലോ മാറ്റം വരുത്താൻ എപ്പോൾ വേണമെങ്കിലും എഡിറ്റ് ഐക്കൺ ഉപയോഗിക്കാവുന്നതാണ്. ഓട്ടോമേഷൻ താൽക്കാലികമായി നിർത്താൻ പോസ് ബട്ടണും ടെംപ്ലേറ്റ് പൂർണ്ണമായും നീക്കം ചെയ്യാൻ ഡിലീറ്റ് ഐക്കണും ഉപയോഗിക്കാം. റിക്കറിംഗ് ഇൻവോയ്സസ് വഴി നിങ്ങളുടെ ബില്ലിംഗ് ഓട്ടോമേറ്റ് ചെയ്യുന്നതിലൂടെ സമയം ലാഭിക്കാനും കൃത്യമായ ക്യാഷ് ഫ്ലോ ഉറപ്പാക്കാനും സാധിക്കുന്നു.